അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? 1-2 കരിമീൻ കിട്ടിയേട്ടാ. കരിമീൻ തക്കാളി ഇട്ട് തിളപ്പിച്ചതാണ്. പിന്നെ വെണ്ടക്ക മെഴുക്ക് പുരട്ടിയാണ്. പിന്നെ നമ്മുടെ പൊന്നച്ചാറ് മാങ്ങ അച്ചാറ് ഞാൻ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ കുറച്ചധികം ഇട്ടേട്ടാ. നമ്മുടെ കുമ്പളങ്ങിയിലെ മോൻ്റെ ഫ്രണ്ട് ആഷ്ലിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്. ആഷ്ലിക്ക് ഒരു കുപ്പി കൊടുത്തട്ടാ. അപ്പോൾ അത് ഞാൻ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. 3-4 പേർക്ക് കൊടുത്തട്ടാ. അപ്പോൾ അതുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണേണ്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. സേലം മാങ്ങയായിരുന്നു. അപ്പോൾ അധികം അത് ഇങ്ങനെ വെന്താൽ ഇനിയൊന്നും പോവില്ല, കല്ല് പോലെ തന്നെ അങ്ങനെ കിടക്കും. അങ്ങനത്തെ മാങ്ങയാണിത്. അപ്പോൾ ഇന്ന് അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? വെണ്ടക്കായാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. വെണ്ടക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം. പാനിൽ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കാം. തുറന്ന് തന്നെ ഇട്ട് റെഡിയാക്കാം. നമ്മുടെ വെണ്ടക്ക ഏതാണ്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. വഴുവഴുപ്പൊക്കെ മാറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. ഇതിലേക്ക് അല്പം ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. വേറെ പൊടിയൊന്നും ചേർക്കണ്ട. അങ്ങനെ നമ്മുടെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. അപ്പോഴേ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നാ, 2-3 ചെറിയ കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ തിളപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചതച്ചിട്ടേക്കണയാണ്. ഇതിലേക്ക് അല്പം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ മീനും 2 ചെറിയ മീനുമാണ് ഉണ്ടായത്. അത് ഒരു നേരത്തൊക്കെ ഉണ്ടാവുള്ളൂ. ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വാടിയിട്ടുണ്ട്. ഒരല്പം പൊടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടി കാശ്മീരിയാണ്. എൻ്റെ അമ്മച്ചിയൊക്കെ കരിമീൻ തിളപ്പിക്കുമ്പോഴേ പെടക്കണ കരിമീനാണെങ്കിൽ മുള്ളും ചെതമ്പലൊന്നും കളയാതെയാണ് തിളപ്പിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റായിരിക്കും അത്. അങ്ങനെയാണ് അവിടെ വെക്കാറുള്ളൂ. നല്ല പെടക്കണ കരിമീനാണെങ്കിൽ കുടലും മാത്രമേ കളയുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും, ചെതമ്പലൊന്നും ഉടയാതെ. അതൊരു സ്പെഷ്യൽ മീൻ തിളപ്പിച്ചതാണ് കേട്ടോ. ഇതുപോലെ തക്കാളിയോ വിനാഗിരിയോ ഒന്നും ഇടില്ല. അതുപോലെ പച്ച ചാളയൊക്കെ കിട്ടുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ചെതമ്പൽ കളയാതെ തിളപ്പിക്കും. കഴിക്കുമ്പോൾ ചെതമ്പൽ അങ്ങനെ തന്നെ നമുക്ക് പൊളിച്ച് മാറ്റി കഴിക്കാൻ പറ്റും. അതൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. പണ്ടത്തെ കാരണന്മാർക്കൊക്കെ അറിയാൻ പറ്റുള്ളത്.
ഇപ്പോഴത്തെ തലമുറയൊക്കെ അതൊക്കെ കഴിക്കുവാന്ന് തന്നെ അറിയില്ല. അപ്പോൾ അത് നല്ല പിടക്കണ മീനായിരിക്കണം, ചാകാത്ത മീനായിരിക്കണം, ചെതമ്പലൊന്നും ഉടയാത്ത മീനായിരിക്കണം. ഒരു പ്രാവശ്യം ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൂടി വെക്കാം, തിളക്കട്ടെ. അപ്പം നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതാണ് മീൻ. അപ്പോൾ ഒരുവിധം വലിയ മീൻ രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു ചെറിയ മീനുണ്ടായി. ഇതാണ് ചെറിയ മീൻ, അതിൻ്റെ നടുക്കൊന്നിരായിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളിയാണ്, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. റെഡി ആവട്ടെ. നമ്മുടെ മീനൊന്ന് നോക്കാം. നമുക്ക് 2 തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി കഴിയട്ടെ. അപ്പം നമ്മുടെ മീൻ നോക്കാം. മീൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തിരിഞ്ഞ് റെഡി ആയിക്കണേണ്. ഇത്ര മതി. തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കരിമീൻ തിളപ്പിച്ചതും റെഡിയായി. അപ്പോൾ കഴിക്കാം. അപ്പോൾ തിളപ്പിച്ച കറി എനിക്ക് താല്പര്യമില്ലാത്ത സംഭവമാണ്. ഇത് കരിമീനായതുകൊണ്ട് ഒരു തല കഷ്ണം ഞാൻ എടുക്കുന്നുണ്ട്. അതും ചിലപ്പോൾ പകുതി കഴിക്കുള്ളൂ, പകുതി അമ്മോനെ കൊടുക്കോട്ടെ. എനിക്ക് പുളി ഇട്ട് വെക്കണ കറിയാണ് ഇഷ്ടം. പുളിയോ മാങ്ങയൊക്കെ ഇട്ട് വെക്കണ കറിയാണ് എനിക്കിഷ്ടം. തിളപ്പിക്കണ കറി ഒട്ടും താല്പര്യമില്ലാത്ത കേസ് കെട്ടാണ്. പക്ഷേ അപ്പനും മോനും ഇത് വേണം. അപ്പോൾ ചാറത്തിരി ഒഴിക്കാം കേട്ടോ ചോറിലെ. അപ്പനും മോനും തിളപ്പിച്ച കറിയായിരിക്കണം, പുളി ഇട്ട് വെക്കണം ഒട്ടും ഇഷ്ടമില്ല. പിന്നെ വെണ്ടക്ക മെഴുക്ക് പുരട്ടിയാണ്. പിന്നെ നമ്മുടെ ആഷ്ലിയുടെ അച്ചാറൊന്നും എടുക്കട്ടെ. അപ്പോൾ ഈ അച്ചാർ 2-3 സ്ഥലത്തായിട്ടൊക്കെ പോയി. ബാക്കിയുള്ളതാണിത്. ആവശ്യപ്പെട്ടവർക്കൊക്കെ കൊടുത്തിട്ടാ. 2 കഷ്ണം അച്ചാർ നല്ല മണമനുണ്ട്. ഇതാണ് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാം. ഈ മീനൊന്ന് നോക്കട്ടെ. നല്ല നെയ്യുണ്ടായിരുന്നു. കൊള്ളാം. വെണ്ടക്കയാണ്. വെണ്ടക്ക മെഴുക്ക് പുരട്ടി സൂപ്പർ കേട്ടോ. മാങ്ങ അച്ചാറിന് നോക്കട്ടോ. അതുപോലെ തന്നെ കിടക്കണേ കേട്ടോ, അലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്നേ രാവിലെ തൊട്ട് മനസ്സിലൊരു പാട്ട് തന്നെയാണ് കേട്ടോ. എത്രയോ ജന്മമാ നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമാ നിന്നെ പുണ്യമേ. എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ മിസ് ചെയ്ത അമ്മച്ചിനെ തന്നെ ഓർമ്മയാണ്. അപ്പോൾ വന്ന പാട്ടാണ് കേട്ടോ ഇത്. ഞാൻ ഇന്നും ഭയങ്കരമായിട്ട് എനിക്ക് അമ്മച്ചിനെ മിസ് ചെയ്യണ്. ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ? എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.